നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ പൊന്നു മോളെ, എന്താ ഇത് മോളെ? നീ എവിടെയായിരുന്നു ഇത്രയും നേരം? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു എന്നറിയാമോ? നീ എന്താ ഫോൺ എടുക്കാത്തത്? ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് എന്നെ കുറച്ചു പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. ദൂരെ എങ്ങോ ഒരിടത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് പരാതി പിൻവലിച്ചില്ലെങ്കിൽ എന്നെ ദേമോളെ കൊലപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തി. പരാതി പിൻവലിക്കാൻ തയ്യാറാണോ? എന്നെ തട്ടിക്കൊണ്ടു പോവാൻ ഗുണ്ടകളെ അയച്ച ആളെ കുറിച്ച് അവർ പറഞ്ഞില്ല. ആരാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്നൊന്നും എനിക്കറിയില്ല. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ജീവനോടെ എവിടെ എന്നെ എത്തിച്ചെന്നാ ഞാൻ കരുതുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. പോലീസിൽ അറിയിക്കണം. ഇത്രയൊക്കെ അനുഭവിച്ചു കൂട്ടിയത് പോരെ? ഇനിയും പ്രശ്നങ്ങളിലേക്ക് പോണോ? തൽക്കാലം നമുക്ക് പോലീസിലൊന്നും അറിയിക്കണ്ട മോളെ. വിവാഹ മുഹൂർത്തം ഇത്രത്തോളം ടൈറ്റായിട്ട് നിൽക്കുമ്പോ കേസിനും പൊല്ലാപ്പിനും ഒന്നും പോകുന്നത് ബുദ്ധിയല്ല. എല്ലാവരുടെയും എല്ലാ ശ്രദ്ധയും വിവാഹ നടത്തിപ്പിലേക്ക് തിരിയേണ്ട സന്ദർഭം ഇത്. പെറ്റീഷന് പുറകെ പോകുന്നത് ശരിയല്ല. പിന്നൊരു കാര്യം, പരാതി കൊടുക്കുന്നത് മാത്രം ഒഴിവാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല. കാർ ആക്സിഡന്റ് കൊലപാതകമാണെന്ന് പറഞ്ഞ് നീ കൊടുത്ത പെറ്റീഷൻ പിൻവലിക്കണം. ഇല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുത്തശ്ശി, എന്റെ അച്ഛനെ അച്ഛമ്മയെ തിരിച്ചിട്ടാൻ വേണ്ടിട്ടല്ലേ അമ്മ കേസ് കൊടുത്തേക്കുന്നത്? എന്റെ അച്ഛനെ അച്ഛമ്മയെ എനിക്ക് തിരിച്ചു വേണം. ഈ കുഞ്ഞിന് നീതി കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. വാ മോളെ. ഇനി വഴക്കിനൊന്നും നേരമില്ല. ഗസ്റ്റ് ഹൗസിലേക്ക് പോവാൻ സമയമായി. എന്തായാലും അപകടമൊന്നും കൂടാതെ ആള് തിരിച്ചെത്തിയല്ലോ. മോളെ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.